വിലയുള്ളത് തിരിച്ചറിയാൻ നമുക്ക് പറ്റണമെന്നുള്ളതാണ്. എല്ലാം നഷ്ടപ്പെട്ടിട്ടല്ല വില തിരിച്ചറിയേണ്ടത്. പലപ്പോഴും നമുക്കുണ്ടാകുന്ന ഒരു പോരായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കഴിയുമ്പോഴാണ്. സമയത്തിൻ്റെ വില നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ, അല്ലെങ്കിൽ ജീവിതത്തിലൊരവസരം നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ, ബന്ധങ്ങളില്ലാതാകുമ്പോൾ, അപ്പോഴൊക്കെയാണ് വില മനസ്സിലാക്കുക. ഇന്ന് ഒരു രക്തം കണ്ടുപിടിച്ച് കഴിയുമ്പോൾ തനിക്കുള്ളതെല്ലാം വിറ്റ് ആ സ്ഥലം കരസ്ഥമാക്കുക. ഇതുപോലെ ഏറ്റവും വിലയുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ നമുക്ക് പറ്റണമെന്നുള്ളതാണ്. ഏറ്റവും വിലയുള്ള ദൈവത്തിൻ്റെ സ്നേഹം, ഏറ്റവും വിലയുള്ള വിശുദ്ധ കുർബാന. അത് ചില സമയത്ത് നമ്മൾ സുഖത്തിൽ അനുഭവിക്കുമ്പോൾ, സന്തോഷ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ വില നമുക്ക് മനസ്സിലാകില്ല എന്നുള്ളതാണ്. പിന്നെ അവസാനം അത് കിട്ടാതെ ആകുമ്പോൾ ഒരു വിശുദ്ധ കുർബാന അർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പറ്റാത്ത എത്രയോ മക്കൾ വിദേശങ്ങളിലൊക്കെ ഉണ്ടെന്നറിയാമോ? ഒന്ന് സ്വസ്ഥമായൊരു ദൈവത്തെ വിളിക്കാൻ പറ്റാത്ത നമുക്കൊക്കെ എന്ത് ഭാഗ്യമാണ്! ഇത് ദൈവാനുഗ്രഹം. ഈ ദൈവാനുഗ്രഹം കിട്ടിയിട്ടും നമുക്ക് വരാൻ മടിയാണ്. വില മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. നമുക്കപ്പോഴേക്കും ഉറക്കും, അതുപോലെ കുറേയേറെ കാര്യങ്ങൾ തിരക്കുമൊക്കെയാണ്. നമ്മൾ അങ്ങനെ ആകാതിരിക്കുക. വില മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഈ വിലയുള്ളതിന് വേണ്ടി എന്തും ത്യജിക്കാൻ മനസ്സുണ്ടാകണം എന്നുള്ളത്. ചിലപ്പോൾ നമ്മുടെ സമയമാകാം, ചിലപ്പോൾ നമ്മുടെ ഒന്ന് ഉറങ്ങുന്ന സുഖമാകാം, അല്ലെങ്കിൽ അതിരാവിലെ എഴുന്നേൽക്കണം, ചിലൊരു ബുദ്ധിമുട്ടുണ്ട്, അവൾ വീട്ടിൽ നിന്ന് നടന്നു വരണം, അത് ചിലപ്പോൾ നോക്കാം. ഈ ത്യാഗങ്ങളൊക്കെ വിലയുള്ളതിന് വേണ്ടി ത്യജിക്കാൻ മനസ്സുണ്ടോ എന്നുള്ളതാണ്. വില അറിയാൻ കർത്താവിനോട് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെയാ ബന്ധങ്ങളും. കുറേ പണത്തിന് വേണ്ടി നമ്മളിങ്ങനെ ഓടിക്കഴിയുമ്പോൾ മക്കളും ഭർത്താവും ഭാര്യയും ഒക്കെ നഷ്ടപ്പെട്ട് കഴിയുമ്പോഴാണ് എൻ്റെ കുടുംബം നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കുക. ഈ പണമൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ കുടുംബം വാങ്ങാൻ പറ്റുമോ എന്നൊരു ചോദ്യമാണ് അവശേഷിക്കുന്നത്. ഈ ബന്ധങ്ങൾ വാങ്ങാൻ പറ്റുമോ എന്നുള്ളതാണ്. അവസാനം ഇവരൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ ഐസിയുൻ്റെ ഫ്രണ്ടിലും. ഈ അവസാനത്തെ മണ്ണ് എൻ്റെ മുമ്പിലിടാൻ ഈ ബന്ധങ്ങൾ മാത്രമേ ഉണ്ടാകുള്ളൂ. അതുകൊണ്ട് വിലയെ മനസ്സിലാക്കി ജീവിക്കാൻ പരിശ്രമിക്കാം. പ്രാർത്ഥിക്കാം.